ഇപ്പോൾ CPI നേതാവ് കൂടിയായ ശ്രീമതി PK ശ്രീമതി ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീമതി PK ശ്രീമതി, താങ്കൾ ഈ ട്രെയിനിൽ യാത്ര തുടരുകയാണോ? അതെ, ഇപ്പോ 5-8 മിനിറ്റായി പുറത്തിട്ടുണ്ട്. ഷൊർണൂർ വിട്ട്. എത്രത്തോളം വലിയൊരു ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടത്? കാരണം നമ്മളത് മാത്രമല്ല, മറ്റേ പഠിച്ചിരിക്കുന്നവരുടെ എല്ലാം ദൂരം ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അവരുടെ മനസ്സിലിപ്പം ദൂരെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോകേണ്ടവരുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് കയറേണ്ടവരുണ്ട്, കൊച്ചിയിൽ നിന്ന് കയറേണ്ടവരുണ്ട്, ഇന്റർവ്യൂവിന് പോകേണ്ടവരുണ്ട്. അതുപോലെ ആദ്യമായിട്ട് വന്ദേ ഭാരതില് കണ്ണൂരിൽ നിന്ന് കയറിയവരുണ്ട്. അവര് പറയുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് കയറിയ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഇതെന്താണ്? കാരണം അവര് ട്രെയിനിങ്ങിന്റെ പുറപ്പെട്ട വഴിക്ക് പോകുക എന്നുള്ളത് വളരെ അപൂർവമാണല്ലോ. അപ്പോ പിന്നെ മാത്രമല്ല, ഇത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാ പോവുക, വേറെ ട്രെയിൻ ഒരു നിവൃത്തിയില്ല. കാരണം അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് കൊണ്ടുപോയി നിർത്തുന്നത്. ഷൊർണൂരിൽ നിന്ന് കുറച്ച് വിട്ടൊരു അപ്പുറത്തും ഇപ്പുറത്തൊന്നും ഇറങ്ങിയാൽ അപകടം വരുന്ന സ്ഥലമാണ്. പിന്നെ ഏതായാലും അവസാനം പറഞ്ഞത് ഞങ്ങള് ഷൊർണൂരൊക്കെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. തിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല എന്ന് പറഞ്ഞാണ് ആദ്യം അനൗൺസ്മെന്റ് ഉണ്ടായത്. അത് കഴിഞ്ഞ് ഷൊർണൂർ എത്തിയപ്പോ അതാണ് ഏറ്റവും വലിയ, ഒരുപക്ഷെ എന്റെ ജീവിതത്തില് ഞാൻ നേരിട്ട ഒരു വലിയൊരു സാഹസികമായ ഒരു യാത്ര തന്നെ പറയാം. തൊട്ടപ്പുറത്തെ ഇന്റർസിറ്റി, കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട ഇന്റർസിറ്റി പുറപ്പെടാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ എറണാകുളത്ത് എന്നെയും കാത്ത് 6:30 മണി മുതൽ ഒരു കാറ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് എന്തായാലും ഉദ്ദേശിക്കാൻ ഇനിയും പറ്റില്ല എന്ന് വിചാരിച്ച് ഞങ്ങളെ കുറെ ആളുകള്, 100 കണക്കിന് ആളുകള് ഈ നമ്മുടെ വലിയ സ്റ്റേക്കേഴ്സ് ആണ്, വേറെയുള്ള സ്റ്റേക്കേഴ്സ്, ഇതൊന്നുമില്ല, ലിസ്റ്റൊന്നും കാണുന്നില്ല. അങ്ങനെ പെട്ടിയെടുത്ത് ഓടി 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 സ്റ്റേക്കേഴ്സ്, ഒരു സ്റ്റേർക്കേസ് ഇറങ്ങി മറ്റൊരു സ്റ്റേർക്കേസ് ഇറങ്ങിയിട്ട് വേണം ഇറങ്ങിയും ചെയ്തിട്ട് വേണം ഇന്റർസിറ്റിക്ക് കയറാൻ. അങ്ങനെ കയറി കഴിഞ്ഞപ്പോ നമ്മള് കണ്ണൂരിലെ ഒരു ചെറുപ്പക്കാരൻ സഹോദരൻ ബഷീർ എന്നെ കണ്ടു. എന്റെ എന്നാലും ഓടണല്ലോ, ഓടി ഇന്റർസിറ്റിയിലേക്ക് കയറുന്ന സമയത്താണ് അത് പോലീസുകാരൻ പറഞ്ഞു, പിന്നെ ട്രെയിൻ വന്ദേ ഭാരത് പോകുന്ന എഞ്ചിൻ ഘടിപ്പിച്ചിട്ടുണ്ട്, അത് തന്നെ പോകും. അപ്പോ ഇന്റർസിറ്റി പിന്നെ വളരെ നെല്ലല്ലേ പോകുള്ളൂ, ഇതിന്റെ പിന്നാലെ പോകുള്ളൂ. അതും കൂടി മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ തിരിച്ചിങ്ങോട്ടേക്കായി യാത്ര. തിരിച്ചിങ്ങോട്ടേക്ക് വലിയ സാഹസികമായ ഒരു യാത്ര തന്നെ പറയാം. കാരണം ഒരുപാട് ആളുകൾ കൂട്ടത്തോടു കൂടി ഓടുകയും സ്റ്റെയർകേസ് കയറുന്നു. ഞാനും ഒരാളെ തട്ടിപ്പോയി, ഞാനും വീഴാൻ പോയി, അയാളും വീഴാൻ പോയി. പെട്ടിയോടുകൂടിയാണല്ലോ എല്ലാവരും യാത്ര. 2-3 പെട്ടിയുണ്ട്, ഒന്നും പറയണ്ട, വല്ലാത്ത ഒരു യാത്രയായി. എല്ലാവർക്കും അത്തരത്തിലൊരു ദുരനുഭവമായി പോയി. അവിടെ ശ്രീമതി PK ശ്രീമതി, ഇപ്പോൾ ഈ സാധാരണ ഇത് ഒരു ക്ലോസ്ഡ് ആയ കോച്ചാണല്ലോ, ഇതിനകത്ത് AC ഒക്കെ ആയതുകൊണ്ട് ഈ ഇടയ്ക്ക് AC-യും പ്രവർത്തനരഹിതമായിരുന്നില്ലേ? ആ സമയത്തൊക്കെ വളരെ പെട്ടെന്ന് ചൂട് അനുഭവപ്പെടുക, ശ്വാസം മുട്ടുക, അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നത്തിലേക്ക് പോയിരുന്നോ? യഥാർത്ഥത്തിൽ അവര് പരമാവധി ശ്രമിച്ചു. കുറച്ച് സമയം ലൈറ്റ് പോയി, എന്നാലും അതത്ര വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. കുറച്ച് സമയം AC ലോ ആയി. അപ്പോഴും ഞങ്ങൾ E1-ലുള്ളവർക്ക് ഇവിടെ ആളുകൾ കുറവാണ്. കാരണം 2 പേർ മാത്രമേ ഉള്ളൂ, മറ്റേതിൽ ആളുകൾ കൂടുതലാണ്. അവിടെയുള്ളവർക്കാണ് കുറച്ച് കൂടുതൽ വിഷമം തോന്നിയിട്ടുള്ളത്. പിന്നെ അതൊന്നും അല്ല, കൂടുതൽ വിഷമം എന്താന്ന് ചോദിച്ചാല് എത്തേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് എത്തിയില്ലെങ്കിൽ ഉണ്ടാവുന്ന ചിലർക്കുള്ള ബുദ്ധിമുട്ട്, അതോർത്തുള്ള ചിലരുടെ വിഷമം ആണ് ഞാൻ കൂടുതലും കണ്ടത്. എന്തായാലും ഷൊർണൂർ എത്തിയാൽ പിന്നെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങാന്നുള്ള ഒരു മനസ്സെങ്കിലും ഉണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ഒരു യാത്ര മുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ടെൻഷൻ ഉണ്ട്. ഒരുപാട് ആളുകൾ, പല ആളുകളെയും കാത്തിരിക്കുന്നവർ ഉണ്ടാകാം, അവർക്കുമൊക്കെ. എന്തായാലും ഇപ്പോൾ പരിഹരിക്കപ്പെട്ട് വേഗതയിലാണോ ട്രെയിൻ പോകുന്നത്, അതെയോ? അതെ, ഇപ്പൊ സാധാരണ മറ്റേ ആദ്യം പോയ എത്ര വേഗതയിലുണ്ടോന്ന് അറിയില്ല. അങ്കമാലി സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കൊച്ചിയിലേക്ക് പോകേണ്ട യാത്രക്കാരുണ്ടാവില്ല, പാസഞ്ചേഴ്സ്. അപ്പോ അങ്കമാലി ഇറങ്ങി എറണാകുളത്ത് ഇറങ്ങിയിട്ട് വരുമ്പോഴത്തേക്ക് മിസ്സാവും, ഇടയാക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്കമാലിയിൽ പ്രത്യേകമായ ഒരു സ്റ്റോപ്പ് അനുവദിക്കുന്നുണ്ട്. ശരി, വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. മറ്റൊരു യാത്രക്കാരി ഉഷ കൂടിയുണ്ട്. ശ്രീമതി ഉഷ, ക്ഷമിക്കണം, കുറച്ചധിക സമയമായി താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ട്. ഇപ്പോഴും താങ്കൾ യാത്ര തുടരുകയാണോ ട്രെയിനിൽ? യെസ്, ഉഷ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വന്ദേ ഭാരതിൽ, അതായത് കേരളത്തിൽ വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചതിന് ശേഷം ഇത്തരം ഒരു ദുരനുഭവം ആദ്യമാണ്.
തകരാറിനെ തുടർന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഇപ്പോൾ യാത്ര പുനരാരംഭിച്ചിട്ടുള്ളത്. എഞ്ചിൻ ഭാഗത്തെ തകരാറിനെ തുടർന്നാണ് കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് ട്രെയിൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ 3.5 മണിക്കൂറോളം പിടിച്ചിട്ടത്. എന്തായാലും ഇപ്പോൾ ഈ തകരാറ് പരിഹരിച്ച് യാത്ര പുനരാരംഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും യാത്രക്കാരിൽ വലിയൊരു വിഭാഗവും വലിയ പ്രതിസന്ധി തന്നെ നേരിടുന്നു. കൃത്യമായ സമയത്ത് സ്ഥലത്തേക്ക് എത്താൻ പറ്റാത്തവർ, മണിക്കൂറുകളായി കാത്തിരുന്നവർ, അതിനിടയിൽ ഈ ട്രെയിൻ നിലച്ചു പോകുന്നു. AC കുറച്ച് സമയത്തേക്ക് പ്രവർത്തിച്ചില്ല, ലൈറ്റുകൾ പ്രവർത്തിച്ചില്ല. അതിനൊക്കെ അപ്പുറം 3 മണിക്കൂറോളം ഈ കോച്ചിനകത്ത് അവർക്ക് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ള ദുരനുഭവമാണ് യാത്രക്കാർ പങ്കുവച്ചത്.